വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും. യേശു ക്രിസ്തു ഈ താണഭൂമിയിലേക്ക് വന്നത് നമുക്കോരോരുത്തർക്കും വേണ്ടിയാണ്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹമാണ് നാം കാൽവറിയിൽ കാണുന്നത്. നാം മരിക്കേണ്ടതിന് പകരം യേശു ക്രൂശിൽ മരിച്ചു. നമ്മുടെ മരണമാണ് നാം ക്രൂശിൽ കാണുന്നത്. ആരാണെന്ന് പകലത് വിശ്വസിക്കുന്നത്? വിശ്വസിക്കുന്നവരുടെ ശിക്ഷാവിധി ഇന്ന് പകൽ മാറുകയാണ്. യേശു കർത്താവ് ഒരു പാപവും ചെയ്തിട്ടില്ല. ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ലെന്നാണ് യേശുവിനെ വിസ്തരിച്ച കോടതിയിൽ നിന്നും ഉയർന്ന വിധി പ്രസ്താവന. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും അവനെ ക്രൂശിക്ക എന്ന് ജനങ്ങൾ ആർത്തു വിളിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ടു? തിരുവെഴുത്ത് പറയുന്നു, നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, എന്നാൽ പിതാവായ ദൈവം നമ്മുടെ പാപം അവൻ്റെ മേൽ ചുമത്തി നമ്മെ പിതാവിനോട് നിരപ്പിക്കുവാൻ, നഷ്ടപ്പെട്ട ജീവനിലേക്കും തേജസ്സിലേക്കും നമ്മെ മടക്കി വരുത്താൻ, നമ്മെ ദൈവത്തോടടുപ്പിക്കാൻ ദൈവം നമ്മുടെ പാപത്തെ പുത്രൻ്റെ മേൽ ചുമത്തി. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ദൈവം പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല, വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും നിത്യജീവനുമുണ്ട്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വിശ്വാസത്തിൻ്റെ അടുത്ത തലത്തെ വെളിപ്പെടുത്തുകയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. പ്രവൃത്തി കൂടാതെ വിശ്വാസം എങ്ങനെ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയും? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽ ഒരു അനുസരണം വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അകത്തുണ്ടായ രക്ഷയുടെ പരസ്യ പ്രഖ്യാപനമാണ് സ്നാനം. സ്നാനത്തിൽ നാം യേശുവിനോട് ചേരുകയാണ്. സ്നാനത്തിൽ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളാവുകയാണ്. സ്നാനത്തിൽ നമ്മുടെ പഴയ മനുഷ്യർ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുകയാണ്. അത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്, വിശ്വാസത്തിൻ്റെ അനുസരണമാണ്. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്, അതാണ് സ്നാനം. എന്നാൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇന്ന് പകൽ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന നിങ്ങൾ അത് പരസ്യമായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ്. നിങ്ങൾ വെള്ളത്തിലിറങ്ങി, വെള്ളത്തിൽ മുങ്ങി നിങ്ങൾ സ്നാനം സ്വീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അനുസരണം വെളിപ്പെടുകയാണ്. അവിടെയാണ് രക്ഷയുടെ മഹാസന്തോഷമിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്നു, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കാതിരുന്നാൽ നിങ്ങളുടെ പാപത്തിൻ്റെ ശമ്പളം നിങ്ങൾക്ക് തന്നെ. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനായതുകൊണ്ട് എൻ്റെ ശിക്ഷാവിധി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇത് കേൾക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. നിങ്ങളുടെ പാപത്തിൻ്റെ ശമ്പളം നിങ്ങൾക്കുള്ളത്. എന്നാൽ ഇന്ന് പകൽ വിശ്വസിച്ചാൽ
ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. നിങ്ങൾ ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.